രാജ്യത്തിൻ്റെ പൊതുവായ ചിത്രം, നമ്മുടെ രാജ്യം ഓരോ ദിനം കഴിയും തോറും പുറകോട്ട് പോവുകയാണ്. രാജ്യത്തിൻ്റെ മതനിരപേക്ഷത വലിയ തോതിൽ ദുർബലപ്പെടുന്നു. രാജ്യത്ത് ജനങ്ങളെ ചേരിതിരിക്കാനുള്ള വലിയ ശ്രമങ്ങളാണ് നടക്കുന്നത്. വർഗീയമായി ചേരിതിരിക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്നു. വർഗീയ സംഘർഷങ്ങൾ, വർഗീയ കലാപങ്ങൾ നമ്മുടെ രാജ്യത്ത് പലതരത്തിൽ നടക്കുന്നു. എല്ലാറ്റിൻ്റെയും നേതൃത്വം സംഘപരിവാറിനാണ്. സംഘപരിവാർ വർഗീയ കലാപങ്ങൾ നടക്കുമ്പോൾ അതിൻ്റെ ഗുണഫലം അനുഭവിക്കുകയാണ്. അപ്പോൾ RSSനോ BJPക്കോ ഒരു കലാപം നടന്നാൽ ആ കലാപത്തിൻ്റെ ഭാഗമായി എന്തെങ്കിലും തെറ്റ് സംഭവിച്ചു എന്ന ചിന്തയില്ല. കാരണം അവർക്ക് ശക്തി കൂടുന്നുവെന്നാണ് അവരുടെ വിലയിരുത്തൽ. ഇവിടെ വംശഹത്യക്ക് സമാനമായ സംഭവങ്ങൾ നടന്ന ഇടങ്ങളുണ്ട്. അവിടങ്ങളിൽ ഒരു മറയുമില്ലാതെ BJP വീണ്ടും അത്തരം നടപടികളിലേക്ക് പോകുന്നതാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത്. അവരുടെ അജണ്ടയ്ക്ക് ഒന്നിനും മാറ്റമുണ്ടാകുന്നില്ല. എത്രമാത്രം ക്രൂരമായ സംഭവങ്ങളാണ് രാജ്യത്ത് പലയിടങ്ങളിലും ഉണ്ടായത്. രാജ്യത്തുള്ള മറ്റുള്ളവരെല്ലാം അതിൽ ദുഃഖിക്കുകയും വേദനിക്കുകയും വലിയ തോതിൽ രോഷം പ്രകടിപ്പിക്കുകയും ചെയ്യുന്നു. എന്നാൽ ആ നടപടികൾ ആവർത്തിക്കാനുള്ള രീതിയാണ് സംഘപരിവാർ സ്വീകരിക്കുന്നത്. ഇതാണ് സംഘപരിവാറിൻ്റെ നില. അവർ എവിടം വരെ എത്തിയത്? ജനങ്ങളെ പൗരത്വം മതാടിസ്ഥാനത്തിൽ ആക്കുന്നിടത്തേക്ക് എത്തി. ഓർമ്മയില്ലേ പൗരത്വ നിയമ ഭേദഗതിയുടെ പ്രശ്നം? ഇപ്പോൾ വലിയ തോതിലുള്ള തീവ്രമായ വോട്ടർ പട്ടിക പരിഷ്കരണം വന്നു. എന്താ അതിൻ്റെ ഭാഗമായി സംഭവിച്ചത്? ലക്ഷക്കണക്കിന് ആളുകളാണ് വോട്ടർ പട്ടികയിൽ നിന്ന് ഒഴിവായി പോയത്. ലക്ഷക്കണക്കിന് ആളുകൾ വോട്ടർ പട്ടികയിൽ നിന്ന് ഒഴിവായി പോയാൽ അവരാകെ വീണ്ടും വോട്ടർ പട്ടികയിൽ അംഗമായിട്ട് വരിക എന്നുള്ളത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. ധാരാളം പേർ വോട്ടർ പട്ടികയിൽ ഉൾപ്പെടാതിരിക്കും. അതാണ് BJP ആഗ്രഹിക്കുന്ന കാര്യം. എന്നാൽ അതോടൊപ്പം തന്നെ ഒരു പ്രത്യേക വിഭാഗങ്ങളെ ലക്ഷ്യമിട്ടുകൊണ്ടുള്ള നീക്കങ്ങൾ നടക്കുന്നു. പ്രത്യേക മതവിഭാഗങ്ങളെ ലക്ഷ്യമിട്ടുകൊണ്ടുള്ള നീക്കങ്ങൾ നടക്കുന്നു. എല്ലാം തങ്ങളുടെ അജണ്ടക്കനുസരിച്ച് കാര്യങ്ങൾ നീക്കുക എന്ന നിലയാണ് വരുന്നത്. വർഗീയമായി കാര്യങ്ങൾ നീക്കിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ വർഗീയതയ്ക്കെതിരെയുള്ള വലിയ നീക്കം രാജ്യത്തുണ്ടാകേണ്ടതുണ്ട്. മതനിരപേക്ഷത ശക്തമായി നിലനിർത്തണമെങ്കിൽ ഒരു സംശയമില്ല, വർഗീയതയ്ക്കെതിരെ വിട്ടുവീഴ്ചയില്ലാത്ത സമീപനം സ്വീകരിക്കണം. അതിൻ്റെ ഭാഗമായി തന്നെ വലിയ തോതിലുള്ള മതനിരപേക്ഷ പ്രസ്ഥാനങ്ങൾ നമ്മുടെ രാജ്യത്ത് ഉയർന്നു വരേണ്ടതുണ്ട്. അതിലും ഏറ്റവും നല്ല രീതിയിൽ കേന്ദ്രീകരിക്കാൻ കഴിയുന്നത് നമ്മുടെ രാജ്യത്തിലെ യുവതക്ക് തന്നെയാണ്. ഇവിടെ രാജ്യത്തിൻ്റെ പൊതുസ്ഥിതി, രാജ്യം അങ്ങേയറ്റം പ്രയാസമനുഭവിക്കുന്ന അവസ്ഥയിലാണ്. ഒരു ഭാഗത്ത് ദാരിദ്ര്യം പെരുകുന്നു. ഇവിടെ തൊഴിലില്ലായ്മ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. തൊഴിലില്ലായ്മ വർദ്ധിക്കുമ്പോൾ തന്നെ നാം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, തൊഴിൽ നേടാനുള്ള വിദ്യാഭ്യാസം രാജ്യത്താകെ ഒരേ രീതിയിലാണെന്ന് കാണണ്ട. പലയിടത്തും വിദ്യാഭ്യാസം നിഷേധിക്കപ്പെടുന്നു. പൊതുവിദ്യാഭ്യാസം വലിയ തോതിൽ നിഷേധിക്കപ്പെടുകയാണ്. അതിൻ്റെ ഭാഗമായി പൊതുവിദ്യാലയങ്ങൾ അടഞ്ഞു പോകുന്നു. പരിതാപകരമായ പൊതുവിദ്യാലയങ്ങളാണ് കേരളം വിട്ടാൽ കാണാൻ നമുക്ക് സാധിക്കുക. കേരളത്തിലെ പൊതുവിദ്യാലയങ്ങളെ കണ്ട് രാജ്യത്താകെ അങ്ങനെയാണെന്ന് ധരിക്കരുത്. വലിയ തോതിൽ പരിതാപകരമായ അവസ്ഥ നിലനിൽക്കുന്നു. പാവപ്പെട്ട കുട്ടികൾക്ക് വിദ്യാഭ്യാസം നടത്താൻ പറ്റാത്ത സാഹചര്യമുണ്ടായിരിക്കുന്നു. അപ്പോൾ വിദ്യ അഭ്യസിക്കാത്ത കുട്ടികളുടെ എണ്ണം പെരുകുന്നു. യഥാർത്ഥത്തിൽ ആ കുട്ടികൾക്ക് അവരാഗ്രഹിക്കുന്ന വിധം
പഠിച്ചുയരാൻ കഴിയുന്നില്ല, ഉയർന്ന വിദ്യാഭ്യാസ യോഗ്യത നേടാൻ കഴിയുന്നില്ല. അങ്ങനൊരു വലിയ വിഭാഗം നമ്മുടെ രാജ്യത്തുണ്ടാകുന്നു. ഉയർന്ന വിദ്യാഭ്യാസ യോഗ്യത നേടിയ വിദ്യാർത്ഥികളോ അവർക്ക് യോജ്യമായ തൊഴിൽ രാജ്യത്ത് ലഭ്യമാകുന്നില്ല. അത് മറ്റൊരു ഭാഗം. വലിയ തോതിലുള്ള തൊഴിലില്ലായ്മ നിലനിൽക്കുന്നു. ഇതോടൊപ്പം നമ്മുടെ രാജ്യത്തെ തൊഴിലാളികൾ, ആ തൊഴിലാളികളുടെ അവകാശങ്ങൾ പൂർണ്ണമായി ഹനിക്കുന്ന നിലയുണ്ടാകുന്നു. ഇന്ത്യ ഗവൺമെൻറ് ലേബർ കോഡ് പാസ്സാക്കി. ലേബർ കോഡിനെതിരെ കേരളമാണ് ശക്തമായ നിലപാടെടുത്തത്. ഇന്ത്യ രാജ്യത്ത് ഒരു സംസ്ഥാനം മാത്രമാണ് ആ ലേബർ കോഡ് ഇവിടെ നടപ്പാക്കില്ല എന്ന് പ്രഖ്യാപിച്ചത്. ആ പ്രഖ്യാപിച്ചെടുത്ത് മാത്രം ഒതുങ്ങി നിന്നില്ല. എന്തൊക്കെ നടപടികൾ സ്വീകരിക്കണം എന്നതിനെക്കുറിച്ച് പരിശോധിക്കാൻ സുപ്രീം കോടതിയിൽ നിന്ന് റിട്ടയർ ചെയ്ത ജസ്റ്റിസിനെ വെച്ചുകൊണ്ട് പഠനം നടത്തി. അദ്ദേഹത്തിൻ്റെ പഠന റിപ്പോർട്ട് ലഭിച്ചു. ആ പഠന റിപ്പോർട്ട് LDF സർക്കാർ കഴിഞ്ഞില്ല. കാരണം ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ LDF പരാജയപ്പെട്ടു. ഇപ്പോൾ UDF സർക്കാരിൻ്റെ കയ്യിലാണുള്ളത്. നാം കാണേണ്ടത് രാജ്യത്ത് നമ്മുടെ സംസ്ഥാനം മാത്രമാണ് അത്തരമൊരു നിലപാട് സ്വീകരിച്ചിരുന്നത്. ആ നിലപാട് UDF ഗവൺമെൻറ് തുടരുമെന്ന് പ്രതീക്ഷിക്കാൻ ഒരു നിവൃത്തിയുമില്ല. കാരണം എന്തൊക്കെയാണോ RSSൻ്റെ അജണ്ട, ഏതൊക്കെയാണോ BJPയുടെ അജണ്ട, ഏതൊക്കെയാണോ കേന്ദ്ര ഗവൺമെൻറ് പ്രഖ്യാപിച്ചിട്ടുള്ള കാര്യങ്ങൾ, അതെല്ലാം അക്ഷരം പ്രതി അനുസരിക്കാനാണ് ഇവിടെ UDF ഗവൺമെൻറ് സന്നദ്ധമായിട്ടുള്ളത്. അതിൻ്റെ ഭാഗമായി സ്വകാര്യവൽക്കരണം നടക്കുന്നു. വ്യാപകമായ സ്വകാര്യവൽക്കരണം നടക്കാൻ പോകുന്നു. അത് നയപ്രഖ്യാപനത്തിലും പിന്നീട് വന്ന അവർ പ്രഖ്യാപിച്ച ധവളപത്രത്തിലും അതിൻ്റെ തുടർച്ചയായി ബജറ്റിലുമെല്ലാം പ്രഖ്യാപനങ്ങളുണ്ടായിരിക്കുന്നു. അപ്പോൾ കേരളത്തിൻ്റെ അവസ്ഥ അതാണെന്ന് നമ്മൾ കാണണം. ഇവിടെ രാജ്യവ്യാപകമായി ഇതിനെതിരെ പ്രതിഷേധമുയരുകയാണ്. അപ്പോഴാണ് അതീവ നിർഭാഗ്യകരമായ ഒരു വിധി ഇപ്പോൾ സുപ്രീം കോടതിയിൽ നിന്നുണ്ടായിട്ടുള്ളത്. അങ്ങേയറ്റം നിർഭാഗ്യകരമായ ഒന്നാണത്. ആ വിധിയനുസരിച്ച് തൊഴിലാളികളുടെ അവകാശങ്ങൾ ഇനി അങ്ങോട്ടില്ല എന്നുള്ളതാണ് പറഞ്ഞിട്ടുള്ളത്. ഈ ലേബർ കോഡ് പാസ്സാക്കുന്നതിന് മുൻപുള്ള അവകാശങ്ങൾ ലേബർ കോഡ് പാസ്സാക്കിയതിന് ശേഷം ഇല്ല എന്ന് സുപ്രീം കോടതി പറഞ്ഞിരിക്കുന്നു. കടുത്ത പ്രതിഷേധം എല്ലാ തൊഴിലാളി വിഭാഗങ്ങളിലും ഉയർന്നിരിക്കുന്നു. ഇത് തൊഴിലാളി വിഭാഗങ്ങളിൽ മാത്രം ഉയരേണ്ട പ്രതിഷേധമല്ല, നാളെ തൊഴിലെടുത്ത് ജീവിക്കേണ്ട എല്ലാവരിലും ഉയരേണ്ട പ്രതിഷേധമാണ്. ഈ നാടിൻ്റെ പ്രതിഷേധമായി മാറേണ്ടി ഒന്നാണ്. നമ്മുടെ യുവതിയും ഏറ്റവും ഗൗരവമായി പരിഗണിക്കേണ്ട ഒരു വിഷയമായിട്ട് തന്നെയാണ് ഇത് നിൽക്കുന്നത്. അതിശക്തമായ എതിർപ്പ് ഇതിനെതിരെ ഉയർന്നു വരേണ്ടതായിട്ടുണ്ട്.